ഹലോ, അപ്പം നമുക്ക് പുതിയൊരു ടിപ്പ് പരിചയപ്പെട്ടാലോ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ കാണാതെ പോകുന്നൊരു ടിപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കപ്പിൻ്റെ ഇങ്ങനത്തെ ഒരു പാത്രം, സൈഡുള്ള പാത്രത്തിൻ്റെ ഒക്കെ നമുക്ക് സൈഡ് കഴുകുമ്പോൾ ഇതുപോലെ ബ്രഷ് ഇട്ട് കഴുകി അതിൻ്റെ കോർണർ മാത്രം, അറ്റം മാത്രമേ അവിടെ തട്ടത്തുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് വൃത്തിയാവില്ല. അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ സിലിക്കോണിൻ്റെ ഇതായിട്ടുള്ള, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗ്യാസ് മേലെ ഒന്ന് കാണിച്ചു കൊടുക്കുക. തീ കത്തിച്ചിട്ട് അതിൻ്റെ ബ്രഷിൻ്റെ നേരെ തൊട്ട് താഴെയുള്ള പോർഷൻ ഇല്ല, മെലിഞ്ഞത് ആ നേരിയതായിട്ടുള്ള പോർഷൻ, ആ പോർഷൻ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ സ്പാൻഡറോ കത്രികയോ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ബാക്കോട്ടേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു എന്താ പറയുക, വേറൊരു ലെവലിലെ ബ്രഷ് കിട്ടും നമുക്ക്, വേറൊരു സൈസില്ല. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഫ്ലെക്സിബിളായി കളിക്കുന്നതെന്ന് വെച്ചാൽ ചൂടുണ്ട്, ചെറുതായിട്ട് ചൂടുണ്ട്, അതുകൊണ്ടാണ് കറക്റ്റ് നിൽക്കാത്തത്. കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ കറക്റ്റ് ആ ഒരു സ്ക്വയർ ഷേപ്പ്, എൽ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഈ എന്താ പറയുക, കപ്പിൻ്റെ ഒക്കെ മഗ്ഗിൻ്റെ ഒക്കെ സൈഡ് ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു കോർണറിൽ, വട്ടത്തിലുള്ള കോർണറിൽ നമുക്കിതിൻ്റെ ഈ ബ്രഷ് നന്നായിട്ട് തട്ടിക്കിട്ടും. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കാൻ പറ്റും. ബാക്കി സൈഡൊക്കെ നമുക്ക് കൈവച്ച് വൃത്തിയാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ടിപ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.